ടാറ്റാർ ഐറ്റം തന്നെയാണ് കേട്ടോ. മുന്നിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, ഒരു ഉഷിരം കാട്ടുപോത്ത് കേട്ടോ. നമസ്കാരം. നിങ്ങളിപ്പോൾ കണ്ടത് ഒരു കാട്ടുപോത്തിനെയാണല്ലേ? ശരിക്കൊരു ഒറിജിനാലിറ്റി തോന്നുന്നില്ലേ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ? പക്ഷേ ഇതൊരു ഒറിജിനൽ കാട്ടുപോത്തല്ല. ജെ മോഗ്ലി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, അതായത് കലാകാരൻ എന്ന് തന്നെ പറയണം നമ്മൾ. ആ ഒരു കലാകാരൻ നിർമ്മിച്ച ഒരു അടിപൊളി കാട്ടുപോത്തിൻ്റെ ഒരു രൂപമാണ് കേട്ടോ. അതായത് മരക്കമ്പുകളൊക്കെ നിലത്ത് കുഴിച്ചിട്ട് മണ്ണൊക്കെ കുഴച്ച് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കാട്ടുപോത്തിൻ്റെ ഒരു സംഭവമാണ്. ഇതാണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള കലാപ്രകടനം തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതുപോലുള്ള കലാകാരന്മാരെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ വേണ്ട രീതിക്ക് ഒരു അംഗീകാരം കൊടുക്കാനോ ഇവിടെ ഒരു പട്ടിക്കുഞ്ഞിനെ പോലും നമ്മൾ കണ്ടിട്ടില്ല. നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന പല ആൾക്കാർ, വീട്ടിൽ നിന്ന് പല ആൾക്കാർ അച്ഛനെയും അമ്മയൊക്കെ തല്ലിയിട്ടും അല്ലെങ്കിൽ പല രീതിക്ക് കേസുകളിൽ പെട്ടിട്ടുള്ള പല ആൾക്കാരെ ഇൻഫ്ലുവൻസറായി ചിത്രീകരിച്ച് വലിയ രീതിയിലുള്ള ഷോ ഒക്കെ കാണിക്കുന്ന പല ആൾക്കാരെയും പല സമൂഹത്തിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊന്നും ഇതുപോലുള്ള കലാകാരന്മാരെ കാണുന്നില്ലേ നിങ്ങൾ? ശരിക്കും ആർക്കാണ് നിങ്ങൾ അംഗീകാരം കൊടുക്കേണ്ടത്? നിങ്ങൾ വല്ല കേസുള്ളവൻ്റെ മെക്കെട്ടും അതുപോലെ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന പല ആൾക്കാരുടെയും പിന്നാലെ പോവാതെ, തള്ളേനെയും തന്തേനെയും തല്ലുന്ന അവരുടെയൊക്കെ പിന്നാലെ പോവാതെ ഇതുപോലുള്ള കലാകാരന്മാരെ ബൂസ്റ്റ് ചെയ്യാൻ നോക്ക്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് വരിക. കഴിവുള്ള ആൾക്കാരെ അംഗീകരിക്കാൻ കുറേ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെ ആരും തന്നെ ഉണ്ടാവില്ല. ജെ മോഗ്ലി എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്തോരം കലാപ്രകടനങ്ങളാണ് അതിൻ്റെ അകത്ത് കാഴ്ചവെക്കുന്നതെന്നറിയോ? ഇനിയിപ്പോൾ ഇത് പറയുന്നതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം വിചാരിക്കേണ്ട, എൻ്റെ അമ്മായിയുടെ മോനൊന്നുമല്ല അത്. ജസ്റ്റ് കണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. കഴിവുള്ള ആൾക്കാരെ നമ്മൾ കഴിവുള്ള ആൾക്കാരെ നമ്മൾ അവർക്ക് വേണമെന്ന രീതിയിലുള്ള അംഗീകാരം കിട്ടാൻ വേണ്ടി നാലാൾക്കാരെ അറിയിപ്പിക്കുന്നതിൽ ഒരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ശരി.